أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما والذين يبيتون لربهم سجدا وقياما والذين يقولون ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما والذين إذا أنفقوا لم يسرفوا ولم يقتروا وكان بين ذلك قواما صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഫുർഖാൻ, അതായത് സത്യാസത്യ വിവേചനം, ഈ സൂറത്തിലെ 63 മുതൽ 67 കൂടി 5 ആയത്തുകളാണ് ഓതി വെച്ചത്. അർത്ഥം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. വഇബാദുർ റഹ്മാൻ, പരമകാരുണികൻ്റെ അടിമകൾ, ദാസന്മാർ. അല്ലദീന യംശൂന അലൽ അർളി ഹൗന, അവർ ഭൂമിയിൽ വിനയത്തോടുകൂടി നടക്കുന്നവരാണ്. പരമകാരുണികൻ്റെ അടിമകൾ ഭൂമിയിൽ വിനയത്തോടുകൂടി നടക്കുന്നവരാണ്. വൈദാ ഖാത്തബഹുമുൽ ജാഹിലൂന, വിഡ്ഢികൾ അവരുമായി സംസാരിക്കാൻ വന്നാൽ ഖാലു, അവർ പറയും, അള്ളാഹുവിൻ്റെ പരമകാരുണികൻ്റെ അടിമകൾ പറയും, സലാമ, സലാം, നിങ്ങൾക്ക് സലാം എന്ന് പറയും. വല്ലദീന യബീതൂന ലിറബ്ബിഹിം, അവർ തങ്ങളുടെ രക്ഷിതാവിന് വേണ്ടി രാപ്പാർക്കും, രാത്രിയിൽ കഴിച്ചുകൂട്ടും. സുജ്ജദൻ, സുജൂദ് ചെയ്തുകൊണ്ടും, വഖിയാമ, നിന്ന് നമസ്കരിച്ചുകൊണ്ടും. അവരവരുടെ രക്ഷിതാവിന് വേണ്ടിയിട്ട് സുജൂദ് ചെയ്തുകൊണ്ടും നിന്ന് നമസ്കരിച്ചുകൊണ്ടും രാത്രികാലങ്ങൾ കഴിച്ചുകൂട്ടും. വല്ലദീന യഖൂലൂന, പറയുന്നവരാണവർ, റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഇസ്രിഫ് അന്നാ അദാബ ജഹന്നം, നരകശിക്ഷയെ ഞങ്ങളിൽ നിന്നും നീ തിരിച്ചുവിടണമേ, നരകശിക്ഷ ഞങ്ങൾക്ക് നീ ഒഴിവാക്കി തരണമേ എന്ന്. ഇന്ന അദാബഹ കാന ഗറാമ, തീർച്ചയായും നിന്റെ ശിക്ഷ വിട്ടൊഴിഞ്ഞു പോകാത്ത ഒരു വിപത്താകുന്നു. നിന്റെ ശിക്ഷ വിട്ടൊഴിഞ്ഞു പോകാത്ത ഒരു വിപത്താകുന്നു എന്നവർ പറയുന്നു. ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ, അത് ഏറ്റവും മോശമായ താവളമാകുന്നു. ബമുഖാമ, അതുപോലെ തന്നെ ഏറ്റവും മോശമായ പാർപ്പിടവുമാകുന്നു. ആ നരകം ഏറ്റവും മോശമായ, അല്ലെങ്കിൽ ഏറ്റവും ചീത്തയായ താവളവും ചീത്തയായ പാർപ്പിടവും ആകുന്നു. വല്ലദീന ഇദാ അൻഫഖു, അവർ വല്ലതും ചിലവഴിക്കുകയാണെങ്കിൽ, ലം യുസ്രിഫു വലം യഖ്തുറു. ലം യുസ്രിഫു, അവർ ഇസ്രാഫ്, അമിതവ്യയം ചെയ്യുകയില്ല, കൂടുതൽ ചിലവഴിക്കുകയില്ല. വലം യഖ്തുറു, എന്നാൽ അവർ പിശുക്ക് കാണിക്കുകയുമില്ല. അവർ വല്ലതും ചിലവഴിക്കുകയാണെങ്കിൽ അവർ ധൂർത്തടിക്കുകയില്ല, അതേപോലെ തന്നെ പിശുക്ക് കാണിക്കുകയുമില്ല. വക്കാന ബൈന ദാലിക ഖവാമ, എന്നാൽ അതിന് രണ്ടിൻ്റെയും ഇടക്ക് മിതമായ
നിലപാട് സ്വീകരിക്കുന്നവരാകുന്നു അവർ. അതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്കുള്ള ഒരു നിലപാട്, മധ്യമ നിലപാടായിരിക്കും അവർ അക്കാര്യത്തിൽ സ്വീകരിക്കുക. ഇവിടെ അള്ളാഹുവിൻ്റെ അടിമകളുടെ സ്വഭാവത്തെ സംബന്ധിച്ചാണ് വിശദീകരിക്കുന്നത്. ആദ്യം പറയുന്നത് വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന. അവർ ഭൂമിയിൽ വിനയത്തോടു കൂടി നടക്കുന്നവരായിരിക്കും. അതായത് അവരുടെ നടപ്പ് സൗമ്യവും ഗാംഭീര്യം നിറഞ്ഞതുമായിരിക്കും, ശാന്തവും വിനയാനിതവുമായിരിക്കും. അവർ കാല് ഉറക്കച്ചവിട്ടുകയോ പട്ടാളക്കാരെ പോലെയുള്ള അമർത്തിച്ചവിട്ടലുകളോ അവരുടെ ഭാഗത്ത് ഉണ്ടാവുകയില്ല. ഇബ്നു സയ്യിദ് പറയുന്നത് അവർ അഹങ്കരിക്കുകയോ ധിക്കാരം കാണിക്കുകയോ ഭൂമിയിൽ ഔന്നിത്യം ഉദ്ദേശിച്ചുകൊണ്ട് വിഹരിക്കുകയോ ചെയ്യില്ല എന്നാണ്. വൈദാ ഖാത്തബഹുമുൽ ജാഹിലൂന. വെഡ്ഡികളായ ആളുകൾ അവരോട് സംസാരിക്കാൻ വേണ്ടി വന്നാൽ ഖാലു സലാമ, അവർ സലാം എന്ന് പറയും. അവിവേകികളായ ആളുകൾ തങ്ങളോട് സംസാരിച്ചാൽ അവർ സമാധാനത്തോടു കൂടിയിട്ടുള്ള മറുപടി. നിങ്ങളെ വിഡ്ഢികളാക്കാൻ ഞങ്ങളില്ല, നിങ്ങളുമായി ഞങ്ങൾ ഗുണത്തിനും ദോഷത്തിനുമില്ല, ഞങ്ങൾ നിങ്ങളിൽ നിന്ന് തൽക്കാലം വിട വാങ്ങുകയാണ് എന്ന രൂപത്തിലായിരിക്കും അവർ സംസാരിക്കുക. അസമ്മ് കുറച്ചുകൂടി ഗൗരവത്തിൽ പറഞ്ഞത് ഇത് വിടയുടെ സലാമായിരിക്കും, അല്ലാതെ അഭിവാദ്യത്തിൻ്റെ സലാമല്ല എന്നാണ്. സലാം എന്ന് പറഞ്ഞുകൊണ്ട് അവരവിടെ നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങുകയായിരിക്കും ചെയ്യുക. അവരോട് സംവദിക്കാനും സംസാരിക്കാനും അവർ നിൽക്കില്ല, വിഡ്ഢികളോട് സംസാരിക്കാൻ അവർ നിൽക്കില്ല എന്നതാണ്. വല്ലദീന യബീതുന ലിറബ്ബിഹിം. രാത്രി കാലങ്ങളിൽ അവർ കഴിച്ചു കൂട്ടുന്നത് ലിറബ്ബിഹിം, അവരുടെ റബ്ബിന് വേണ്ടി സുജ്ജദൻ വഖിയാമ, സുജൂദ് ചെയ്തുകൊണ്ടും അതേപോലെ തന്നെ നിന്ന് നമസ്കരിച്ചുകൊണ്ടുമായിരിക്കും. അതായത് അവർ നമസ്കാരത്തിൽ മുഴുകിക്കഴിയുന്നവരായിരിക്കും എന്നാണ്. പകലിൽ അവരുടെ നടപടി ആരെയും ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതും മറ്റുള്ളവർ ഉപദേശം സഹിക്കുക എന്നതുമൊക്കെയാണ് എങ്കിൽ അത് സൃഷ്ടികളോടുള്ള നടപടിക്രമവും ഒക്കെയാണ് എങ്കിൽ രാത്രി കാലങ്ങളിൽ അവർ സൃഷ്ടാവിൻ്റെ സേവനത്തിൽ മുഴുകിയിരിക്കുകയായിരിക്കും ചെയ്യുക. ഖുർആൻ ഓതുന്നവരും സുജൂദ് ചെയ്യുന്നവരും രാത്രി നമസ്കരിക്കുന്നവരും ഒക്കെ ആയിരിക്കുമെന്നാണ് മുഫസ്സിറുകൾ ഇത് സംബന്ധമായിട്ട് പറഞ്ഞിട്ടുള്ളത്. വല്ലദീന യഖൂലൂന, പറയുന്നവരായിരിക്കും അവർ. ഇങ്ങനെ അവർ പറയും, റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം, അള്ളാഹു എന്ന നരകശിക്ഷ ഞങ്ങളിൽ നിന്ന് നീ നീക്കിത്തരണമേ എന്ന് പറയും. അതായത് അവർ പ്രാർത്ഥിക്കും, ഞങ്ങളുടെ രക്ഷിതാവെ ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ ഒഴിവാക്കി തരണമേ എന്ന്. അവർ ഈ വാക്ക് പറയുന്നത് അവരുടെ റുക്കോയിലും സുജൂദിലുമായിരിക്കും എന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അവർ പകൽ സമയത്ത് അവർ ഭയപ്പെടുകയും രാത്രി ക്ലേശിക്കുകയും ചെയ്യുന്നു നരകശിക്ഷയിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടി എന്നാണ് ഹസൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ അവർ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടാൻ വേണ്ടി അള്ളാഹുവോട് നിരന്തരമായി തേടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയായിരിക്കും രാത്രിയിൽ ഉണ്ടാവുക. ഇന്ന അദാബഹ കാന ഖറാമ, നിൻ്റെ ശിക്ഷ അത് വിട്ടൊഴിഞ്ഞു പോകാത്ത വിപത്തായിരിക്കും. ഒരാൾക്ക് ആ ശിക്ഷ പിടിപെട്ടാൽ പിന്നീട് അതിൽ നിന്ന് ഒരിക്കലും അത് ഒഴിവായി പോവുകയില്ല. അതുകൊണ്ട് ഞങ്ങളിൽ നിന്ന് ഇപ്പം തന്നെ നരകവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒഴിവാക്കി തരണമേ എന്ന് അവർ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എന്നർത്ഥം. ഇന്നഹ സാഅത്ത് മുസ്തഖറം മുഖാമ, അത് ഏറ്റവും മോശമായ താവളവും ഏറ്റവും മോശമായ പാർപ്പിടവുമായിരിക്കും എന്നുകൂടി അവർ പറയുന്നുണ്ട്. മോശമായ ഇടമാണ്, മോശമായ താമസ സ്ഥലമാണ്, അതിലെ ശിക്ഷ ഭയാനകമാണ്. അതുകൊണ്ട് നരകശിക്ഷ ഞങ്ങളിൽ നിന്നും നീക്കിത്തരണമേ എന്നാണ് അവർ പറയുന്നുണ്ടാവുക. ഇനി അവർ ചിലവഴിക്കുന്ന രീതി, വല്ലദീന ഇദാ അൻഫഖു, അവർ ചിലവഴിച്ചാൽ ലം യുസ്രിഫു വലം യഖ്തുറു, അമിതവ്യയമില്ല പിശുക്കുമില്ല. അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു നിലപാടായിരിക്കും അവർ സ്വീകരിക്കുക. അമിതമായ ചിലവ് നടത്തുന്നില്ല,
പിശുക്കി ചിലവഴിക്കുകയുമില്ല. അതിനിടയിലുള്ള ഒരു കാര്യമായിരിക്കും അവർ ചെയ്യുക.